ഹലോ, നമ്മൾ ഇന്ന് ചേമ്പിൻ താളും പരിപ്പും കൂടി കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഈ ചേമ്പിൻ താൾ എന്ന് പറഞ്ഞാൽ വലിയ ചേമ്പിൻ്റെ താളാണ് കേട്ടോ. അപ്പോൾ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. മറ്റേതാകുമ്പോൾ ഓരോ സമയത്ത് മാത്രമല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അളവിലാണ് പരിപ്പ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളിയും അതുപോലെ 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പരിപ്പൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഓയിൽ ഒഴിക്കുമ്പോൾ പരിപ്പൊക്കെ വേവിക്കാൻ വെക്കുമ്പോൾ എന്താണെങ്കിലും കുക്കറിൽ വിസിൽ വരുമ്പം പുറത്തേക്ക് പോയില്ല. അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 1.25 കപ്പ് അളവിൽ തേങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ തേങ്ങ ആദ്യം ഒന്ന് വറുക്കാൻ പോവാണ്. അപ്പോൾ വറുക്കുമ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആയിട്ട് വറുത്തിട്ട് തേങ്ങ ഒരു പാതി ഇതായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 8-10 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയത്ത് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം താള് ഞാനിതുപോലെ അതിൻ്റെ മേൽഭാഗത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണിത്. അപ്പോൾ താള് നമ്മൾ പരിപ്പിലേക്ക് ഇട്ടിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് വേവിക്കാം. എന്നാലും കുഴപ്പമൊന്നുമില്ല. താളിന് അധികം നേരത്തെ വേവൊന്നുമില്ല. ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് താളൊക്കെ ഇടുമ്പോൾ ഒരുപാട് തോന്നുമെങ്കിലും കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ട് വരും. ഈ ഒരു സമയം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ മിക്സ്ചർ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ താളൊക്കെ വെന്തതിന് ശേഷം നമ്മൾ ഈ അരപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളംപുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. പുളിയും ചേർത്ത് അതിലേക്ക് ബാക്കി എന്തെങ്കിലും ഉപ്പൊക്കെ ബാലൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം തിളക്കണം. എന്നാൽ മാത്രമാണ് ആ താളിലേക്ക് ആ കറക്റ്റ് പുളിയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിക്കാം കേട്ടോ. അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ താളിച്ച ഒരു ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഊണിനാണെന്നുണ്ടെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് പോലെയൊക്കെയുള്ള സംഭവത്തിനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.